അയക്കൂറ മുളക് കറിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. മുളകിട്ടതെന്നും പറയും, നമ്മൾ മുളക് കറിയെന്നാണ് കേട്ടോ നോർമൽ പറയാറ്. ഇതെങ്ങനെ തയ്യാറാക്കും നോക്കാം. ആവശ്യമുള്ള എണ്ണയിലേക്ക് കടുക്, ഉലുവ, കറിവേപ്പില, ഒരു ഉള്ളി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളറൊന്ന് ചേഞ്ചായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളകും ഒരു വലിയ തക്കാളിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ട് വെന്ത് വരണം. ആ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഏറ്റവും കുറവിൽ വെച്ചിട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, ഒരു 3 ടേബിൾ സ്പൂണ് മുളക് പൊടിയും, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചെറിയ തീയിൽ തന്നെ വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞ് വയ്ക്കണം. പുളി നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു തിള വരുന്ന ടൈമിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പോളം വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ കറിക്ക് ആവശ്യമുള്ളത് അതിൻ്റെ തിക്നെസ്സെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച അയക്കൂറയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അല്പസമയം വെക്കണം. അതിനുശേഷം അത് കഴുകി എടുത്തിട്ട് ഈ കറി തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. മീനുകൾ ഇതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കയ്യിൽ ഉപയോഗിച്ചിട്ട് കറി ഇളക്കാൻ പാടില്ല. കറി ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം. ശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പില, ഈ ടൈം അതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കണം. ഉപ്പ് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് എത്രയാണോ ആവശ്യം ഈ ടൈമിൽ ചേർക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കാം. 5-10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് കറി ഇതുപോലെ തുറന്ന് നോക്കിയ ശേഷം നമ്മൾ ചുറ്റിച്ചു കൊടുക്കണം. ഇതിലേക്ക് നിങ്ങൾക്ക് 1/2 ടീസ്പൂണ് ഫിഷ് മസാല കൂടി ആഡ് ചെയ്യാവുന്നതാണ്. മീനൊന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഈ കറി ഓഫ് ചെയ്തിട്ട് വെക്കാം. നമുക്ക് ഈ കറി ചോറിൻ്റെ കൂടെയും വേറെ ഏത് തരത്തിലുള്ള അപ്പത്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് കൂടി ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് സപ്പോർട്ട് ചെയ്യുക.